സെൻസിറ്റീവ് സ്കിന്നുകാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് റെഡ്നെസ് അല്ലേ. അവരുടെ മുഖത്തിന് വരുന്ന ആ റെഡ് കളറിൽ ആ ഒരു ചേഞ്ചും ചില പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഇത് നമുക്ക് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായി നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. കുറച്ച് ഹോം റെമഡീസിലൂടെയും അല്ലാതെയൊക്കെ നമുക്ക് ഈ ഒരു പ്രശ്നം മാറ്റിയെടുക്കാം. ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഉപകാരപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് മാത്രമേ അറിയുള്ളൂ അവരുടെ കഷ്ടപ്പാടല്ലേ. ഇപ്പോൾ നിങ്ങൾ സെൻസിറ്റീവ് സ്കിന്നുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തന്നെ മനസ്സിലായി ശരിയാണ്, എൻ്റെ കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നല്ലേ. ഈ സെൻസിറ്റീവ് സ്കിന്നുകാരിൽ ഏറ്റവും ഭയങ്കര വിഷയമുള്ള സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ തന്നെ ഓയിലി സ്കിൻ ഉണ്ടായിരിക്കും. ഈ ഓയിലി സ്കിന്നുകാരാണ് സെൻസിറ്റീവ് സ്കിന്നിൽ തന്നെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുള്ള ഒരു കൂട്ട്. കാരണം അവരുടെ സ്കിന്നിൽ പെട്ടെന്ന് അഴുക്കടിയാനും പിമ്പിൾസ് വരാനും പിന്നെ റെഡ്നെസ് ഒക്കെ കൂടുതൽ കാണാനൊക്കെ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളവരെന്ന് പറഞ്ഞാൽ ഓയിലി സ്കിന്നുകാരാണ്. അപ്പോൾ ഈ സെൻസിറ്റീവ് സ്കിന്നുകാരും നോക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപാട് സ്കിൻ ടൈപ്പ് ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രശ്നക്കാർ തന്നെ അല്ലെങ്കിൽ ഏറ്റവും അധികം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരൊറ്റ സ്കിന്ന് മാത്രമേ ഉള്ളൂ, അത് ഈ സെൻസിറ്റീവ് സ്കിന്നാണ്. ബാക്കി സ്കിന്നുകാർക്കൊന്നും ഇത്രയും പ്രശ്നങ്ങൾ വരില്ല. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻസിറ്റീവ് സ്കിന്നുകാർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുപയോഗിക്കുന്ന കോസ്മെറ്റിക്സ് ഐറ്റംസിലാണ് കേട്ടോ. അല്ലെങ്കിൽ ഫേസ് പാക്കുകൾ, ഫേസ് ക്രീമുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ സംഭവങ്ങളുണ്ടല്ലോ. ഇതൊക്കെ അവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് കറക്റ്റായിട്ട് ഏതാണെന്ന് വായിച്ച് മനസ്സിലാക്കാതെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നിറച്ച് പിമ്പിൾ വരാനും റെഡ്നെസ് വരാനും പിന്നെ ഈ മുഖത്ത് തടിപ്പുകൾ വരാനും എന്തെങ്കിലും പാടുകൾ വരാനും എന്തെങ്കിലും അതുവഴി എന്തെങ്കിലും ശ്വാസമുട്ടൽ പോലെയുള്ള അസുഖങ്ങൾ വരെ വരാനായിട്ടുള്ള ചാൻസ് ഈ ഒരു സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഉണ്ട്. നമ്മളെല്ലാവർക്കും ഭയങ്കര മണമുള്ള വസ്തുക്കളോടാണ് അല്ലേ താല്പര്യം. അതായത് ഇപ്പം നമ്മൾ ബോഡി ലോഷൻ അല്ലെങ്കിൽ ഫേസ് വാഷ്, ഫേസ് സിറം, അല്ലെങ്കിൽ നമ്മൾ ഹെയറിലൊക്കെ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും വസ്തുക്കൾ, അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ സ്മെല്ലൂടെ പരിഗണിക്കാറുണ്ടല്ലേ. ഇപ്പോൾ നല്ല ലിപ്സ്റ്റിക് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനൊരു നല്ല സ്മെല്ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും അത് യൂസ് ചെയ്യാനായിട്ട്. അതേസമയം നമുക്ക് എത്ര നല്ല പ്രൊഡക്റ്റ് ആണെങ്കിലും അതിലൊരു ബാഡ് സ്മെല്ല് ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സ്മെല്ലാണെങ്കിൽ നമ്മളത് കൂടുതലും വാങ്ങിക്കാറില്ല. അപ്പോൾ ഈ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആൽക്കഹോളിക് അല്ലാന്ന് നിങ്ങൾ നോക്കണം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മെല്ലുള്ള വസ്തുക്കൾ, സ്മെല്ലുള്ള കോസ്മെറ്റിക് ഐറ്റംസോ അല്ലെങ്കിൽ ബോഡി ലോഷൻസോ ഒക്കെ മാക്സിമം യൂസ് ചെയ്യാതിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നേർത്ത് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് റിയാക്ഷൻസ് വരും. നമുക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തേച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 24 അവർ അല്ലെങ്കിൽ ഒരു 10-12 മണിക്കൂർ കഴിഞ്ഞായിരിക്കും നമുക്ക് അതിൻ്റെ റിയാക്ഷൻസ് വരുന്നത്. പക്ഷേ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പ്രൊഡക്റ്റും ഇപ്പോൾ കൂടുതലായിട്ട് ഈ ലെഡൊക്കെ നമ്മുടെ ഐ മേക്കപ്പുകളിൽ കൂടുതൽ ലെഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഐ മേക്കപ്പുകൾ ഇവർ യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി തന്നെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും അവർക്ക് പിടിക്കാത്തൊരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിയാക്ഷൻസ് ഉണ്ടാവുകയും ആകെ പ്രശ്നമായി പോകാറ് ഒക്കെയാണ് പതിവ്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എപ്പോഴും ഓർഗാനിക് ആണെന്ന് നോക്കണം കേട്ടോ. സെൻസിറ്റീവുകാർക്ക് ഏറ്റവും അടിപൊളി പ്രൊഡക്റ്റ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ആയുർവേദിക് പ്രൊഡക്റ്റുകളാണ് ഈ ഒരു സ്കിന്നുകാർക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. നിങ്ങളിൽ സെൻസിറ്റീവ് സ്കിന്നുള്ള കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്ന ഒരു മോയ്സ്ചറൈസറാണ് മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മോയ്സ്ചറൈസർ അല്ലേ. ഈ മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോയ്സ്ചറൈസർ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് അടിപൊളിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് സെൻസിറ്റീവ് സ്കിന്നൊന്നും അല്ല, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ കുങ്കുമാതി ഫേസ് വാഷ് അടിപൊളിയാണ് കേട്ടോ. അത് എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതാണെന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേംഡോക്കിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ഡേംഡോക്കിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ ഈ ഒരു സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായും ഡേംഡോക്കിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യാം, അത് അടിപൊളിയാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻസിറ്റീവ് സ്കിന്നുകാർക്കും ഫേസ് സിറം മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഫേസ് സിറം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് ഈർപ്പം നിലനിർത്താനൊക്കെ നല്ലതാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൂടുതലായിട്ടും ക്രീമുകൾ അവോയ്ഡ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങൾ ഫേസ് ക്രീമുകൾ തേക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് മുഖക്കുരു ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, പിമ്പിൾസ് ഉണ്ടാവാനും പിന്നെ നിങ്ങളുടെ മുഖത്ത് റെഡ്നെസ് വരാനായിട്ടൊക്കെ കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഫേസ് സിറം ഉപയോഗിക്കുക, നിങ്ങൾ ഫേസ് ക്രീമുകൾ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. കാരണം അത് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ സ്കിന്നിന് പ്രോബ്ലം വരത്തേ ഉള്ളൂ. അപ്പോൾ എന്നാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ടോണറൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആൽക്കഹോളിക് ഫ്രീ ആയിട്ടുള്ള ടോണറൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ആഴ്ചയിൽ 1-2 വട്ടമൊക്കെ ഷീറ്റ് മാസ്കുകൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണ് കേട്ടോ. അത് നിങ്ങളുടെ ഫേസ് കുറച്ച് ഗ്ലോ ആക്കാനും തിളങ്ങാനൊക്കെ സഹായിക്കും. പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അലോവേര ജെല്ല് ഡെയിലി യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ സ്കിന്നിന് നല്ല അടിപൊളിയാണ് കേട്ടോ. നിങ്ങളുടെ സ്കിൻ പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കാനും നിങ്ങളുടെ റെഡ്നെസ് കുറയ്ക്കാനൊക്കെ ഒരു യൂസ്ഫുൾ ആണിത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ വെയിലത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ മുഖം പെട്ടെന്ന് ചുമക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ
എന്തെങ്കിലും തൊടുമ്പോഴും പിച്ചുമ്പോഴൊക്കെ പെട്ടെന്ന് ചുമക്കുക, അങ്ങനെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ മുഖവും സ്കിന്നൊക്കെ ചുവന്ന് വരാറൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ മുഖത്തിനുണ്ടാകുന്ന ചുമപ്പ് കളർ കുറയ്ക്കാനും പിന്നെ നിങ്ങളുടെ മുഖത്തിനുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറ്റാനൊക്കെ ചന്ദനപ്പൊടിയില്ലേ, ചന്ദനപ്പൊടി അത് നമുക്ക് ആയുർവേദ അങ്ങാടി കടകളിലൊക്കെ കിട്ടും കേട്ടോ. ചന്ദനപ്പൊടി വാങ്ങിച്ചിട്ട് റോസ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഡെയിലി ഒരു പാക്ക് പോലെ നമ്മുടെ മുഖത്ത് ഒരു നേരമെങ്കിലും ഇടുക കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഏറ്റവും നല്ലത് നൈറ്റ് ഇട്ടിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ വാഷ് ചെയ്ത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ. അത് നിങ്ങളുടെ മുഖത്തിൻ്റെ റെഡ്നെസ് കുറയ്ക്കാനായിട്ടൊക്കെ നല്ലൊരു വഴിയാണ്. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വഴിയാണ്. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് വെയിലത്ത് ഇറങ്ങുമ്പോഴത്തേനും അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക കേട്ടോ. അത് നിങ്ങൾക്ക് മസ്റ്റാണ്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ വെയിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സ്കിന്നുകാർക്ക് പോലും പിടിക്കുന്നില്ല. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർ അതിന് വേണ്ടിയിട്ട് സൺസ്ക്രീം ഒക്കെ യൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ എൻ്റെ സെൻസിറ്റീവ് സ്കിന്നല്ല, അല്ലെങ്കിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തന്നാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.